പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവും പകരുന്നതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കയ്പിനെ മാറ്റി മധുരമാക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നാം എല്ലാവരും അനുഭവിക്കുന്നവരാണ്. കയ്പിൻ്റെ അനുഭവം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മാറി പലപ്പോഴും ദുഃഖകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതിനെയാണ് കയ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പലപ്പോഴും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യാശയുടെ അനുഭവങ്ങൾ, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിടുതലിൻ്റെ അനുഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ട്. അതിനെയാണ് കയ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ആ കയ്പിൻ്റെ അനുഭവത്തെ, അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന പ്രതികൂലമാകുന്ന കയ്പിൻ്റെ അനുഭവത്തെ, രോഗമാകുന്ന കയ്പിൻ്റെ അനുഭവത്തെ, പരാജയമാകുന്ന കയ്പിൻ്റെ അനുഭവത്തെ, ജോലി സംബന്ധമായുള്ള നിരാശാമേഖലകൾ അനുഭവിക്കുന്ന കയ്പിൻ്റെ അനുഭവത്തെ ദൈവാത്മാവ് മാറ്റി ഒരു മധുരത്തിൻ്റെ അനുഭവം പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തു വിഷയത്തിൻ്റെ കയ്പിൻ്റെ അനുഭവമാണെങ്കിലും ദൈവാത്മാവ് അത്ഭുതകരമായി മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവചനത്തിൽ നിന്നാണ് ഞാനൊരു വാക്യം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ 23-ാമത്തെ 24-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതലുള്ള ചില വാക്യങ്ങളാണ്. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. വെള്ളം കിട്ടാതെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ആത്മീയപരമായി നാം ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. വെള്ളം കിട്ടാതെ ശൂന്യമായ ഒരവസ്ഥ, ഭക്ഷണം കഴിക്കാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാൻ സാധിക്കും. പക്ഷെ വെള്ളം ഇല്ലാതെ, വെള്ളം കുടിക്കാതെ നമുക്ക് ഏറിയ നാളുകൾ ഒന്നും ജീവിക്കാൻ കഴിയില്ല. അതൊരു വളരെ പ്രതികൂല സാഹചര്യമായി മാറുന്ന ഈ അനുഭവമാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ചില ദിവസങ്ങളായി അവർക്ക് വെള്ളം ലഭിക്കാത്ത സാഹചര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടായിരുന്ന സ്ഥാനത്തു നിന്നും വെള്ളമില്ലാത്ത സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഒന്നുകൂടി ആത്മീയ ദൂത് പറയാം. കഴിഞ്ഞ നാളിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന സൗഭാഗ്യത്തിൽ നിന്നും എന്തോ സാഹചര്യത്തിൽ ആ സന്തോഷം അല്ലെങ്കിൽ ആ സൗഭാഗ്യം നഷ്ടപ്പെട്ട് ഇപ്പോൾ ശൂന്യമായ അവസ്ഥയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ വചനം പറയുന്നു, 3 ദിവസം വെള്ളമില്ലാതിരുന്നു. അടുത്ത വെള്ളം കാണുന്നത് അവർ ചെല്ലുന്നത് 22-ാമത്തെ വാക്യം വായിക്കുന്നു. മാറയിൽ എത്തിയപ്പോൾ ആമേൻ, അവിടെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. മാറയിലെത്തിയപ്പോൾ വെള്ളം കണ്ടു, പക്ഷേ ആ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ എത്തപ്പെടുമ്പോൾ വെള്ളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് കുടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിയാത്ത നിലവാരത്തിൽ അതിനെ പ്രതികൂലമാക്കി മാറ്റുവാനിടയായിത്തീരും.
എന്നാൽ അതിനെ പഥ്യമാക്കി മധുരമാക്കി മാറ്റിയ ഒരു സർവശക്തനായ ദൈവത്തെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. 24-ാം വാക്യം, അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയോട് നേരെ പെറുപെറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. പഴയ നിയമപ്രകാരം ഇസ്രായേൽ ജനം മോശയോട് നിലവിളിച്ചപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു. മോശയ്ക്ക് ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അതിൻ്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടു. അത് വെള്ളം മധുരമായി തീർന്നു എന്ന് പഴയ നിയമം പഠിപ്പിക്കുമ്പോൾ ആത്മീയ ദൂത് ഞാൻ പറയാം. ആമീൻ. നമ്മുടെ വിഷയത്തിൻ്റെ നടുവിൽ കയ്പായി മാറിയിരിക്കുന്ന ചില സാഹചര്യങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഒരു കൊമ്പിനെ വെട്ടിയിട്ടതുപോലെ വെള്ളത്തിൽ ആ കയ്പിൻ്റെ അനുഭവത്തിൽ ഒരു കർത്താവ് കാണിച്ചു കൊടുത്ത ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിനെ വെട്ടിയിട്ടതുപോലെ അത് മധുരമായി തീരുവാൻ ദൈവം മുഖാന്തരം ഒരുക്കിയതുപോലെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില മാറയുടെ അല്ലെങ്കിൽ കയ്പിൻ്റെ അനുഭവത്തിൻ്റെ നടുവിൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവാകുന്ന ആ ജലത്തിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിൽ ഒന്ന് കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ജീവിത മേഖലയിൽ അനുഭവിക്കുന്ന കയ്പിനെ ദൈവം മാറ്റുവാനിടയായിത്തീരും. തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വെള്ളം അത് ബലം പകരുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ദൈവാത്മാവ് നൽകിത്തരുന്ന ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യവും നൽകിത്തരുന്ന ഈ അനുഭവമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പല അനുഭവങ്ങളെയും മാറ പോലെ കയ്പ് പോലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുവാൻ നമ്മളെ തന്നെ മോശ ഒരു കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ വിഷയത്തെ മധുരമാക്കി മാറ്റി ദൈവാത്മാവിടുന്ന് പ്രവർത്തിക്കുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാല ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയങ്ങളെ സമർപ്പിക്കാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.